ഇപ്രാവശ്യം തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നായിരുന്നു യാത്ര. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഞാൻ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടുന്ന് നേരെ കണ്ണൂരേക്കാണ്, കണ്ണൂരിൽ നിന്ന് നേരെ ഷാർജയ്ക്കാണ്, ഷാർജയിൽ നിന്ന് നേരെ ദുബായിലേക്കും. അങ്ങനെ ഈ മാസം, അതായത് ജനുവരി 9 രാവിലെ 5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ 7:30 മണിയായപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലെത്തി. സാധാരണഗതിയിൽ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാറ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞിറങ്ങി എയർപോർട്ടിൽ വന്ന് അങ്ങ് പോകാറാണ് പതിവ്. ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത്രത്തോളൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ എന്താ പറയുക, മക്കളെയൊക്കെ വിട്ടിട്ട് വരുമ്പോൾ ഉള്ളൊരു ആ ഒരു വിഷമം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. നേരെ അകത്ത് വന്നു, ലഗേജ് എല്ലാം ഇട്ടു, ചെക്ക് ഇൻ കഴിഞ്ഞു. പൊതുവേ തിരക്ക് കുറവായിരുന്നു. രാവിലെ ആയതുകൊണ്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക്കും കൂടെ ആയതുകൊണ്ടായിരിക്കണം തിരക്ക് പൊതുവേ കുറവായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, വെറുപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ചെക്കിങ്ങും ക്യാബിൻ ലഗേജ് ചെക്കിങ്ങുമാണ്. അവിടെ ആകുമ്പോൾ കംപ്ലീറ്റ് അഴിച്ചു പറക്കി ബെൽറ്റും ഷൂസും കൈ കിട്ടുന്ന ഒക്കെ അരിച്ച് പറക്കി ഒരു നിരത്തി വാരിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുക. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ബോർഡിങ് കഴിഞ്ഞു. നമ്മൾ ബോർഡിങ് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് നടന്ന് കയറാനായിട്ട് പോവുകയാണ്, ബസ് മാർഗം വന്നിട്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് നമ്മുടെ വണ്ടി. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നത്. നമ്മുടെ എയർലൈനോട് പറയുന്നതല്ല കൂട്ടുകാരെ, എന്തൊരു മോശം സർവീസാണെന്നറിയാമോ. ഇത്രയും ക്യാഷ് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് അവർ സെർവ് ചെയ്യുന്നത്. ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ടുള്ള സർവീസോ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഞാൻ എയർ അറേബ്യയിലും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലും ഇന്ത്യൻ എയർലൈൻസിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്കിതേ അനുഭവം തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് നേരെ തിരിച്ച് എമിറേറ്റ്സ്, അതുപോലെ ഇത്തിഹാദ്, യൂറോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ബ്രിട്ടീഷ് എയർലൈൻസ്, അതുപോലെ ലുഫ്താൻസ, റയാൻ എയർ, ഇങ്ങനെയൊക്കെയുള്ള ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യുമ്പോഴും, നാട്ടിൽ തന്നെ ഉള്ള ഫ്ലൈറ്റുകൾ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിസ്താരയൊക്കെ എന്ത് നല്ല സർവീസാണെന്നറിയാമോ. പിന്നെ ഉള്ളതെന്ന് ആഫ്രിക്കൻ സ്ഥലങ്ങളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫ്ലൈറ്റുകൾ, ഞാൻ കെനിയൻ എയർലൈൻസിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഉള്ള സർവീസ് എന്ന് പറഞ്ഞാൽ പക്കയാണ്. ആ രീതിയിലുള്ള സർവീസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിവേ, ആ ഒരു കാര്യം ഇപ്പം ഓർമ്മ വന്നു. യാത്ര കൃത്യം 10 മണി, ആ ഒരു കാര്യം കറക്റ്റാണ് കേട്ടോ. ടൈമിങ് വളരെ കറക്റ്റായിരുന്നു. കൃത്യം 10 മണിക്ക് തന്നെയായിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. കൃത്യം 11 മണിയായപ്പോൾ നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ട്രിവാൻഡ്രം ടു CNN, കണ്ണൂർ എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ബോർഡിംഗ് പാസ് കൃത്യമായത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ വെറുതെ ഉണ്ട്, ഇതെല്ലാം ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാറുണ്ട്. മിക്ക യാത്രകളിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഈ പ്രാവശ്യം അതും ചതിച്ചു. കാര്യം എനിക്ക് ഒന്ന് കിട്ടിയത് ആ റോയിൽ ഫസ്റ്റ് എയിലാണ് കിട്ടിയത്. അത് കാരണം സൈഡിൽ ഇരുന്നുള്ള കാര്യങ്ങളൊന്നും വിശാലമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. കാര്യം തൊട്ടടുത്തിരിക്കുന്ന 2 പേരും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ എത്തിയത്. വലിയ എയർപോർട്ടാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ എയർപോർട്ടാണ്, പക്ഷേ അതിൽ അത്രത്തോളം തിരക്കുകളൊന്നും, ലാൻഡിങ്ങോ ടേക്ക് ഓഫോ ഒന്നും അധികം ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ കണ്ടതേ ഓർക്കുന്നില്ല. 10 മണിയാണ് സമയം, കണക്ഷൻ ഫ്ലൈറ്റാണ്. അടുത്ത വണ്ടി എനിക്ക് ഉച്ചയ്ക്ക് 3 മണിക്കാണ്. വിശന്ന് തുടങ്ങി, വല്ലതും കഴിക്കണം, റെസ്റ്റോറൻറ്റ് നോക്കിയുള്ള നടത്തുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം. ടേക്ക് കെയർ ഓൾ, ബൈ.